അപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു അല്ലേ. ഞാൻ കരുതി ഓണക്കല്ലേ ഒരു ഓണപ്പൂക്കളൊക്കെ ഇടാനുള്ള വെയിലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ ദാ വീണ്ടും മഴയൊക്കെ പെയ്തിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നു. എല്ലാവരെയും പോലെ തന്നെ എനിക്കും മഴ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇതുമൂലം മദ്രസയ്ക്ക് പറഞ്ഞയച്ചിട്ട് ഒന്നുകൂടി അങ്ങോട്ട് പൊതച്ചു മൂടി കിടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും കുറച്ച് ലേറ്റായി. പക്ഷേ ഞാൻ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാം എന്നുള്ള. അപ്പോൾ റവ കൊണ്ടുവരണം. അപ്പോൾ ഇതുമ്പോൾ വന്നിട്ട് ഓളെ കൊണ്ട് റവ കൊണ്ടുവരിപ്പിക്കാൻ കടയിൽ നിന്ന്, ഇവിടെ അടുത്ത് തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് കൊണ്ടുവരിപ്പിക്കാമെന്ന് കരുതി ഓൾ വരുമ്പോഴേക്കും അതിലേക്കുള്ള ഉള്ളി സംഭവങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഒരു ക്യാരറ്റ്, ഒരു ഉള്ളി, പച്ചമുളക്, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. അതൊന്നും നോക്കണ്ട, നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് അങ്ങോട്ട് അടിപൊളി ആക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതും വന്നിട്ടോ. ഇതും വന്നപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഓള് പീടിയേക്ക് കടയിലേക്കൊക്കെ പോകാമെന്ന് പറയുന്നത് ഭയങ്കര സംഭവം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ ഒപ്പം തന്നെ ഓൾ ഓക്കുള്ള മുട്ടായി വാങ്ങി പോരും. അങ്ങനെ വന്ന ഉടനെ തന്നെ അവൾ ഇതാ ഒരു ബുക്കും പിടിച്ച് പാടി ഇരിക്കണം. എന്താ വെച്ചാൽ ആഗസ്റ്റ് 15 ആയതുകൊണ്ട് അവിടെ പതാക ഉയർത്തുമ്പോൾ പാടാനുള്ള 2-3 നമ്മുടെ സാരീജ് ഹംസ എച്ച പാട്ടും ചെണ്ട ഊഞ്ച എന്നൊക്കെയുള്ള പാട്ടില്ലേ, അതൊക്കെ ഓക്ക് സ്കൂൾ ഗ്രൂപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓളിപ്പോൾ പാട്ട് ഗ്രൂപ്പിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു നെകളിപ്പൊക്കെയാണ് ആ കാണുന്നത്. അപ്പോൾ വന്ന ഉടനെ ആ പാട്ടൊക്കെ എഴുതിയെടുത്തിട്ട് ഓളിങ്ങനെ പഠിക്കുകയാണ്. പക്ഷേ ഒരു പാട്ട് ഓക്ക് കേട്ടിട്ട് മനസ്സിലാവണില്ല കേട്ടോ. മറ്റേതൊക്കെ യൂട്യൂബിൽ നോക്കിയപ്പോൾ അതിൻ്റെ ലിറിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയോള് എഴുതിയെടുത്തു, ഇംഗ്ലീഷിലൊക്കെ നോക്കിയിട്ട് എഴുതിയെടുത്തു. പക്ഷേ ഒന്ന് കാണില്ല, ഹിന്ദിയിലായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ ഈ വർഷമല്ല അവൾ 5ാം ക്ലാസ്സിലേക്ക് ആയത്. അപ്പോൾ ആ 5ാം ക്ലാസ്സിൽ നിന്നാണ് അവൾ ഹിന്ദി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഹിന്ദി നോക്കി അത്ര ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് എഴുതിക്കോ, അറിയുന്നത് എഴുതിക്കോ, അറിയാത്തത് വെച്ച് നോക്കിയിട്ട് എഴുതി തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾ എഴുതി അതിങ്ങനെ പാടി നോക്കണം കേട്ടോ. റിഹേഴ്സൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടുന്ന് പാടിച്ച് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾ അത് ചെയ്യണ നേരം ഞാൻ എന്താ വേഗം ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അവൾക്ക് കൊടുത്തിട്ട് വേണം നമുക്കത് ആ പാട്ട് എഴുതി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ച സംഭവങ്ങളൊക്കെ നന്നായിട്ട് വഴറ്റി കുറച്ച് വെള്ളം പാർന്ന് ഉപ്പുമാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ, ഞങ്ങൾ 2-3 പേരല്ലേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാക്കി വേഗം അതിലേക്ക് നല്ല മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. തലേന്നത്തെ മീൻകറി ഞാൻ നന്നാക്കി ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല കോമ്പിനേഷനാണ്. ഇതുമ്പോൾ നല്ല ഇഷ്ടമായി. ഓളത് കഴിക്കുന്ന നേരത്താ ഞാൻ ആ പാട്ട് നോക്കി എഴുതുകയാണ്. എനിക്ക് പഠിക്കുന്ന കാലത്ത് ഹിന്ദി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഷയമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും തലയിൽ നിൽക്കണില്ല. ഞാൻ കേട്ടിട്ട് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഒന്നാമത് ലിറിക്സ് ഇല്ല, അത് പാട്ട് കേട്ട് വേണം എഴുതിയെടുക്കാൻ. ഹിന്ദി ആകുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതുമുറി സന്തോഷമായി ഉള്ളതാ പോവാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.